പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി 28 ശനിയാഴ്ച, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ മന്ത്രി വരെ നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ
CEO വരെ ബോസ് വരെ സമർപ്പിക്കാനുള്ള എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവേ, അങ്ങയുടെ മക്കളുടെ രേഖകൾ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലക്ക് രേഖകളില്ല, ചിലക്ക് നഷ്ടപ്പെട്ടു, ചിലക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും, ചിലക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ ശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ അതിൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നുണ്ടല്ലോ, അതായത് ചില കാര്യങ്ങൾ ചെയ്യാനേ നമുക്ക് പറ്റത്തില്ല. ചില പരീക്ഷ എഴുതാൻ നമുക്ക് പറ്റത്തില്ല. ചില ഇൻ്റർവ്യൂവിനെ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷി വിജിഷ്യ എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അവളെന്ന് പറഞ്ഞു SOP, അതിൻ്റെ ഫുൾ ഫോം എനിക്കറിയാൻ പാടില്ല. അതായത് പ്രോജക്റ്റിൻ്റെ സോഴ്സ്, ദ സോഴ്സ് ഓഫ് ദി പ്രോജക്റ്റ്. അത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ PhD ഇൻ്റർവ്യൂ ചോദിക്കുന്നതാണ്, നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ സോഴ്സ് എന്താണ്, ആ സ്കോപ്പ്, അതിൻ്റെ സ്കോപ്പ്, ഇങ്ങനെ കുറേ കാര്യം ചോദിക്കും. അപ്പോൾ ഇവൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. ഇവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്നോട് ആ ചോദ്യം ചോദിക്കരുത്, സത്യമായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ തോറ്റുപോകും, ഞാൻ ഉടമ്പടി കാശൂരി പിടിച്ച് നിന്നെയും കൊണ്ടാണ് ഞാൻ പോണത്, ഞാൻ തോറ്റു മുടങ്ങരുത്, എന്നോട് ചോദിക്കരുത്. അപ്പോൾ അവൾ ആ ദൈവമായിട്ട് അത്തരം ഒരു ആത്മബന്ധമുള്ളതുകൊണ്ട് ഈശോയോട് അങ്ങനെയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ കുഞ്ഞിനോട് മാത്രം ആ SOP ചോദിച്ചില്ല, പക്ഷെ ബാക്കി 14 പേരോട് ചോദിച്ചു. അപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ ഈ നമ്മൾക്ക് എടുത്ത പൊങ്ങാത്ത കാര്യം ദൈവം ഏറ്റെടുത്ത് നടത്തും. അതുകൊണ്ട് ഈശോ അതിനു വേണ്ടി, ഈശോക്ക് അതങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈശോയാണ് ആ അവസ്ഥ, ആത്മീയ അവസ്ഥ കണ്ടുപിടിച്ചത്. എന്താ പറഞ്ഞത്? ഈശോ വളരെ സൂക്ഷ്മതയോട് കണ്ടുപിടിച്ച ഒരു ദൈവികമായ രഹസ്യമാണത്. എന്താണ്? യോഹന്നാൻ 14:10 വായിച്ച്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഈശോ മനസ്സിലാക്കിയ ഒരു സത്യമാണ്. മനുഷ്യാവതാരത്തിന് പരിമിതികളുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക്. ആ പരിമിതികളിൽ നിന്ന്, ആ പരിമിതി അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഈശോ ചെയ്യണതില്ല. അപ്പോൾ ഈശോ അത് പറയുകയാണ്, അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യണമെന്ന്. ഈ ഒരു ആധ്യാത്മിക സാധ്യത ഉണ്ടാക്കിയ വിപ്ലവം ഉണ്ടല്ല, ചെറിയ വിപ്ലവമൊന്നുമല്ല. എന്നുവെച്ചാൽ നമ്മൾക്ക് എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങളുണ്ട്, നമുക്ക് നടക്കാത്ത കാര്യങ്ങളുണ്ട്. നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ തള്ളിക്കളയാനോ നടക്കത്തില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെടാനോ അല്ല. എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്ന പോലെ തന്നെയാണ് ഈശോ നേരത്തെ ഒരു വചനം പറഞ്ഞിട്ട് നമ്മളോട് 15:10, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ എൻ്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും, അപ്പം വസിക്കും. അപ്പം ഈശോയുടെ വചനങ്ങൾ ഉടമ്പടി പാലിച്ചാൽ നമ്മൾ, കർത്താവ് നമ്മളിൽ വസിക്കുമെന്നാണ് പറയണത്. കർത്താവ് നമ്മൾ വസിച്ചാൽ എന്താ ഗുണം? അത് 14:10 ഇഫക്റ്റ് ഉണ്ടാകും. എന്താണ്? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനം ചെയ്യുന്ന പോലെ ഈശോ ഉടമ്പടി പ്രകാരം നമ്മൾ വസിച്ചുകൊണ്ട് ഈശോയുടെ പ്രവൃത്തികൾ ചെയ്യും. അപ്പോൾ ചെറിയ പ്രവൃത്തിയൊന്നും ആയിരിക്കത്തില്ല, അത് വലിയ പ്രവൃത്തികളായിരിക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും. ചില പട്ടി വരുമ്പോഴേ ചില സമയത്തൊക്കെ ഞാൻ ഓടിയിട്ടുണ്ട്, ജീവനം കൊണ്ട് ഓടുമ്പോൾ നമ്മൾ തോടൊക്കെ ഒറ്റ ചാടത്തില്ലേ, മതിൽ വരെ ചാടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പിറ്റേ ദിവസം പട്ടി ഇല്ലാത്ത സമയത്ത് നമ്മൾ ചുമ്മാ ഒന്ന് ഓടി വന്നാൽ ചാടാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ തന്നെ എന്തൂസിയാസം എന്നും സംഭവമുണ്ട്. അഭിഷേകത്തിൻ്റെ അനുഭവ തലങ്ങളാണ്. തെയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അകത്ത്, തെയോസ് എന്ന് വെച്ചാൽ ദൈവം, എന്ന് അകത്ത്. നമ്മൾ ഈ വസിപ്പിലൂടെ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അനുസരിച്ചുകൊണ്ട് ഉടമ്പടി ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു അന്തർവസിപ്പുണ്ടാവും. ഈ വസിപ്പിലൂടെ
ഈശോ ഈ പറഞ്ഞില്ലേ, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. അതായത് അന്തർവസിപ്പോട് സംഭവിക്കുന്നതാണത്. വലിയ കാര്യങ്ങൾ ഈ മരിയൻ ഉടമ്പടിയുടെ ലക്ഷ്യം തന്നെ എന്താണ്? ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാം. അപ്പം അതുകൊണ്ട് ഞാൻ ഹെവി ഡ്യൂട്ടി വിഷയങ്ങൾ വെച്ചാൽ നിങ്ങൾ ഉടമ്പടി അതനുസരിച്ച് കൊണ്ട് ബലപ്പെടുത്തിയാൽ മതി. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നിർവഹിച്ചോളും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.